ഹായ്, 5 സെന്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള 1835 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനും 3D ഡിസൈനുകളും അതോടൊപ്പം തന്നെ ഒരു വീടിന്റെ നിർമ്മാണ ചെലവുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഹനി അനുദാസിന്റെ പരിപാടിയിലേക്കാണ് സ്വാഗതം. തൃശ്ശൂർ, എറണാകുളം, പാലക്കാട് ജില്ലകളിലാണ് കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനും വീടിന്റെ പ്ലാനോ 3D കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് 1835 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന്റെ നിർമ്മാണ ചെലവ് എത്ര വരും എന്നുള്ളതാണ്. 5 സെന്റ് പ്ലോട്ടിലേക്കാണ് ഒരു വീട് തയ്യാറാക്കിയിട്ടുള്ളത്. 1190 സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വരുന്നുണ്ട്. അതുപോലെ തന്നെ 4 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത്. 2 ഗ്രൗണ്ട് ഫ്ലോറിലും 2 ബെഡ്റൂമുകൾ ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു വീടിന്റെ എലിവേഷൻ ഡിസൈൻ കാണാം. അടുത്തതായി നമ്മൾ ഈ ഒരു വീടിന്റെ പ്ലാനാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. 450-130 സെന്റിമീറ്റർ എന്നുള്ള സെറ്റ് ഔട്ട് വരുന്നുണ്ട്. അടുത്ത ലിവിംഗ് ഏരിയ ആണ്. 330-330 എന്നാണ് ലിവിംഗ് ഏരിയയുടെ അളവ്. അടുത്ത ഡൈനിങ് 330-360 സെന്റിമീറ്റർ എന്നാണ് ഡൈനിങ് ആയിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് കിച്ചൺ വരുന്നുണ്ട്. കിച്ചണോടൊപ്പം ഒരു വർക്ക് ഏരിയയും ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 360-330 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 330-300 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാനാണ്. 645 സ്ക്വയർ ഫീറ്റ് ആണ് ഏരിയ വരുന്നത്. 2 ബെഡ്റൂമുകളാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ളത്. 360-330 സെന്റിമീറ്റർ എന്ന അളവിൽ ഒരു ബെഡ്റൂം, 330-300 സെന്റിമീറ്റർ എന്ന അളവിൽ രണ്ടാമത്തെ ബെഡ്റൂം, ഒരു അപ്പർ ലിവിംഗ് സ്പേസ്, ചെറിയൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീടിന്റെ പ്ലാൻ വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഒരു 3D പ്ലാൻ നോക്കുകയാണെങ്കിൽ കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ കാണുന്നതാണ് ഈ ഒരു വീടിന്റെ 3D പ്ലാൻ. ഇവിടെ ആയിട്ട് നമുക്ക് സിറ്റ് ഔട്ട് കാണാവുന്നതാണ്. സിറ്റ് ഔട്ട് ഈ ഒരു ലിവിംഗ് ഹാളിലേക്ക് വരുന്നു. അടുത്തൊരു ഡൈനിങ് സ്പേസ് ആണ് വരുന്നത്. ഇവിടെ കിച്ചൺ, വർക്ക് ഏരിയ, അതുപോലെ കോമൺ ബാത്റൂം ഒക്കെ കാണാവുന്നതാണ്. ഇതൊരു ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം. ഈ ഭാഗത്തായിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയറും കാണാവുന്നതാണ്. ഇത് ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാനാണ്. 2 ബെഡ്റൂമുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. 2 ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഒരു അപ്പർ ലിവിംഗ് സ്പേസ്, ബാൽക്കണി ഒക്കെയാണ് ഫസ്റ്റ് ഫ്ലോറിലും കൊടുത്തിട്ടുള്ളത്. വീടിന്റെ പ്ലാനും 3D കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിന്റെ നിർമ്മാണ ചെലവ് എത്ര വരും എന്നുള്ളത് നോക്കാം. ഈ ഒരു കൺസ്ട്രക്ഷൻ കോസ്റ്റിന്റെ കാര്യത്തിൽ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റേറ്റ് ആണ് ഇതിട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലായിടത്തും ഇതേ റേറ്റ് അപ്ലിക്കബിൾ ആവില്ല. ചിലപ്പോൾ കൂടാനും കുറയാനും സാധ്യതയുണ്ട്. എങ്കിലും നമ്മളിതൊരു ചെയ്യുന്ന വർക്കുകളുടെ ഒരു ആവറേജ് റേറ്റ് ആണ് പറയുന്നത്. ഇത് ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ ചെയ്യുന്നൊരു റേറ്റ് ആണ്. അത് പല ജില്ലകളിൽ വ്യത്യാസം ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലാണ് കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. അപ്പോൾ അടുത്തടുത്ത ജില്ലകളാണെങ്കിൽ പോലും ഇവിടെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ ലേബറിന്റെ കോസ്റ്റ് ആയാലും എല്ലാത്തിലും വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊന്ന് പറഞ്ഞെന്നുള്ളൂ. ഇതേ റേറ്റ് കേരളത്തിലെ എല്ലാ സ്ഥലത്തും ചെയ്യാൻ പറ്റും എന്നൊന്നും വിചാരിക്കേണ്ടതില്ല. പിന്നെ അതുപോലെ തന്നെ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കിതൊരു 1200 സ്ക്വയർ ഫീറ്റ് ആണ്. പിന്നെ ഫൗണ്ടേഷനിൽ തന്നെ നോക്കുകയാണെങ്കിൽ 1200 സ്ക്വയർ ഫീറ്റിന്റെ ഫൗണ്ടേഷനാണ് ഇതിനുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഇതിനു മുമ്പും കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഫൗണ്ടേഷൻ വരുന്നത് ആ ഒരു വീടിന്റെ ഭിത്തിയുടെ നീളത്തിനനുസരിച്ചാണ് വരുന്നത്. അപ്പോൾ ചില വീടുകളിൽ ഭിത്തിയുടെ നീളം കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഫൗണ്ടേഷൻ കുറവ് വരും. അവിടെ ബെൽറ്റിന്റെയും അതുപോലെ ഇതിൻ്റെയൊക്കെ കുറവായിരിക്കും വരാം. അപ്പോൾ ഭിത്തിയുടെ നീളം കൂടുതലുള്ളിടത്ത് ഫൗണ്ടേഷനും ഒക്കെ ഇടേണ്ടി വരും. അപ്പോൾ ബെൽറ്റും ലിൻഡലിന്റെ ഒക്കെ നീളം അവിടെ കൂടുതൽ വരും. അങ്ങനെ കോസ്റ്റ് കൂടാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിന്റെ ഫൗണ്ടേഷന്റെ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ 3,90,000 രൂപയാണ് കോസ്റ്റ് വരുന്നത്. ഇത് RR മെസൻട്രി, അതായത് കരിങ്കല്ലുകൊണ്ടുള്ള ഫൗണ്ടേഷന്റെ കോസ്റ്റ് ആണ് പറയുന്നത്. 2 അടി താഴ്ചയിൽ ഫൗണ്ടേഷൻ ചെയ്യുന്ന ഒരു റേറ്റ് ആണ് 3,90,000 രൂപ വരുന്നത്. അത് ഇതിന്റെ ബെൽറ്റ് വാർത്തതിന്റെ മുകളിൽ PCC കോൺക്രീറ്റ് വരെയുള്ള റേറ്റ് ആണ് പറയുന്നത്. അടുത്തായിട്ട് വരുന്നത് ഇതിന്റെ ബ്രിക്ക് വർക്ക്, വാർക്ക വരെയുള്ള കോസ്റ്റ് 14,10,000 രൂപയാണ് ഈ ഒരു വീടിന്റെ ബ്രിക്ക് വർക്ക്, അതുപോലെ ലിൻഡൽ, സൺഷെയ്ഡ്, റൂഫ് സ്ലാബ് വരെയുള്ള കോസ്റ്റ് വരുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഓരോ കാര്യങ്ങൾക്കും എത്ര വന്നു എന്നുള്ളത് വീഡിയോയുടെ അവസാനം എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ പറയാം. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഫൗണ്ടേഷൻ തൊട്ട് വാർക്ക വരെയുള്ള സ്റ്റേജിൽ 18 ലക്ഷം രൂപ നമുക്ക് കോസ്റ്റ് പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരും. ഇനി അതിന്റെ ഫിനിഷിംഗ് ഘട്ടങ്ങളിൽ വരുന്ന കോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ പെയിന്റിങ്, പ്ലാസ്റ്ററിങ്, ടൈല് ഒക്കെ നമുക്കൊരു 10 ലക്ഷം രൂപ കോസ്റ്റ് വരും. പിന്നീട് ഡോർ, വിൻഡോ, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ ഇതിനൊക്കെ ആയിട്ട് 7,42,000 രൂപയും നമുക്ക് ചിലവ് വരുന്നത്. അപ്പോൾ അങ്ങനെ ആകെ നമുക്ക് ഈ ഒരു വീട് നിർമ്മിക്കുന്നതിനായിട്ട് 36,33,500 രൂപ ചിലവ് പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് സ്ക്വയർ ഫീറ്റ് റേറ്റിലേക്ക് കിടക്കാം. ഈ ഒരു വീടിന്റെ ഏരിയ 1,800 സ്ക്വയർ ഫീറ്റ് ആണ്. 36 ലക്ഷം രൂപ
കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു വീട് നിർമ്മിക്കുന്നതിനായിട്ട് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത് 1980 രൂപയാണ്. ഇനി ഇതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഫൗണ്ടേഷന്റെ എർത്ത് വർക്ക് ഒരു 11,000 രൂപ എന്നാണ് നമ്മൾ എർത്ത് വർക്കിന് വേണ്ടി ചെലവ് പ്രതീക്ഷിക്കുന്നത്. അടുത്തത് 1,48,000 രൂപ കരിങ്കല്ലിന്റെ വർക്കിന്. അതുപോലെ ബെൽറ്റിന് 85,000 രൂപ. പിന്നെ നമുക്ക് ആ ഒരു ഫൗണ്ടേഷനിൽ മണ്ണ് ഫില്ല് ചെയ്ത് സെറ്റ് ചെയ്യുന്നതിനൊക്കെ ആയിട്ട് 77,000 രൂപ നമുക്ക് കോസ്റ്റ് വരും. അപ്പൊ ഈ ഒരു മണ്ണ് ഫില്ല് ചെയ്യുന്നതിന്റെ കാര്യത്തിൽ നമുക്ക് കറക്റ്റ് ഒരു കോസ്റ്റ് പറയാനായിട്ട് പറ്റില്ല. അത് പലയിടത്തും പല റേറ്റ് ആയിരിക്കും. അതെല്ലാവരും മണ്ണ് തന്നെ ആയിരിക്കണം എന്നില്ല ഫില്ല് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് 3,90,000 രൂപ ഈ ഒരു ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നത്. ഇനി അടുത്തത് ബ്രിക്ക് വർക്ക് 7 ലക്ഷം രൂപയാണ് ഒരു വീടിന്റെ ബ്രിക്ക് വർക്ക്. അത് 2 ഫ്ലോറുകളും 2 നിലകളിലും ചേർത്തിട്ടുള്ള ബ്രിക്ക് വർക്കാണ് 7,03,500 രൂപ. ലിൻഡല് സൺഷെയ്ഡ് 1,47,000 രൂപ വരുന്നുണ്ട് 2 നിലകളിലുമായിട്ട്. അതുപോലെ തന്നെ റൂഫ് സ്ലാബ് 5,60,000 രൂപ വാർക്കയുടെ കോസ്റ്റും വരുന്നുണ്ട്. ഇതൊക്കെ 2 നിലകളുടെയും കൂടിയിട്ട് ഉള്ള റേറ്റ് ആണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ ഒരു സ്റ്റേജിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 18 ലക്ഷം രൂപ, അതായത് ഒരു വീടിന്റെ ബജറ്റിന്റെ പകുതി ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ചെലവ് വരും. ഇനി അടുത്തത് പ്ലാസ്റ്ററിങ് 4,15,000 രൂപ പ്ലാസ്റ്ററിങ്ങിന്റെ കോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ പെയിന്റിങ് 3,11,000 രൂപ. ടൈലിംഗ് ഫ്ലോറിങ് 3,60,000 രൂപ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ഒരു 10,90,000 രൂപ കോസ്റ്റ് വരുന്നത്. ഇനി അടുത്തത് അതിന്റെ ഇലക്ട്രിക്കൽ പ്ലംബിങ്, അത് ഞാൻ മുന്നേ പറഞ്ഞു തോന്നുന്നു. 7,42,000 രൂപ ഇലക്ട്രിക്കൽ പ്ലംബിങ്, അതുപോലെ ഡോർ വിൻഡോ, ഇതിനൊക്കെ ആയിട്ട് 7,42,000 രൂപയാണ് കോസ്റ്റ് വരുന്നത്. അങ്ങനെ നമുക്ക് 36,33,500 രൂപ ഈ ഒരു വീട് നിർമ്മിക്കുന്നതിന് ചെലവ് വരുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായെന്ന് തോന്നുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീടിന്റെ പ്ലാനുകൾ മാത്രമായിട്ടാണെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസ് ഉണ്ട്. അതുപോലെ വീടിന്റെ 3D പ്ലാനുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അതുപോലെ കൺസ്ട്രക്ഷൻ ടിപ്സ്, അതുപോലെ നമ്മുടെ വർക്കുകൾ നടക്കുന്ന സൈറ്റുകളിലെ വീഡിയോസ്, അതോടൊപ്പം തന്നെ ഇതുപോലെ ഒരു വീടിന്റെ പ്ലാൻ എടുത്തിട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീടിന്റെ തന്നെ പ്ലാനുകൾ എടുത്തിട്ട് അതിന്റെ 3D പ്ലാനും കാര്യങ്ങളൊക്കെ നോക്കി കൃത്യമായിട്ട് അതിന്റെ എസ്റ്റിമേറ്റ് ഇട്ടിട്ട് അതിന്റെ എത്ര കോസ്റ്റ് വരുമെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചയുമാണ് സാധാരണ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ വിസിറ്റ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.